അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒരിക്കലും തന്നെ ലോലിപോപ്പ് പോലെയുള്ള സ്റ്റിക്കിൽ വരുന്ന മിഠായികൾ മേടിച്ചു കൊടുക്കരുത്. കാരണം ഈ സ്റ്റിക്കിൽ വരുന്ന മിഠായി ആ സ്റ്റിക്കിൽ നിന്ന് അത് ഊരിപ്പോരാൻ സാധ്യത കൂടുതലാണ്. ചില മിഠായികളൊക്കെ പെട്ടെന്ന് ആ സ്റ്റിക്കിൽ നിന്ന് വിട്ടുപോരാറുണ്ട്. ആ കുട്ടി കഴിക്കുന്ന സമയത്താണ് അത് വിട്ടുപോരുന്നതെങ്കിൽ അത് കുട്ടിയുടെ അന്നനാളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അത് തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ മരണപ്പെടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കണം. ഇത്തരം മിഠായികൾ നല്ല ഹാർഡായിരിക്കും. അതുകൊണ്ട് അത് തൊണ്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുറത്തേക്ക് വരാൻ അതല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ അത് സാധ്യത കുറവായിരിക്കും. അതുമാത്രമല്ല, ഇത്തരം മിഠായികൾ ഈ 1.5, 2, 3 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് മാതാപിതാക്കൾ അവരുടെ ജോലികളിൽ മുഴുകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് ഒരിക്കലും ഇത്തരം മിഠായികൾ കൊടുക്കുകയും നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ വർക്കിൽ മുഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ തൊണ്ടയിൽ ഇത് കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ. ഇത് മാത്രമല്ല, കുട്ടികൾക്ക് 1.5 വയസ്സ് മുതൽ ഇപ്പോൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽനോട്ടത്തിലാണ് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ബിസി ആവാൻ പാടില്ല, നിങ്ങൾ അവിടുന്ന് പോകാൻ പാടില്ല. കാരണം കുട്ടികൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് അവരുടെ തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ആപ്പിള് ഒരു കുട്ടിയുടെ കയ്യിൽ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അത് കഴിച്ചിട്ട് അവസാനം വലിയൊരു പീസ് വരും. ആ ഒരു പീസ് ആ കുട്ടി വായിലേക്ക് ചിലപ്പോൾ ഒന്നാകെ വായിലേക്ക് എടുത്തു വെക്കും. അത് നമ്മൾ കാണില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് നമ്മൾ തന്നെ ഭക്ഷണം കൊടുക്കുക. അവർക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ തന്നെ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ മേൽനോട്ടത്തിലായിരിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. കുട്ടികളുടെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ പല അപകടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.